السلام عليكم ورحمة الله وبركاته. الحمد لله خالق الأنام ورازق الحوام وقاسم الأقسام وحاكم الحكام وشارع الأحكام وعاجل النور والظلام وكاشف الضر والأقسام وغافر الذنب والإقدام وقابل التوب والإحجام. أحمده على ما أنعم به علينا من النعم الطوام، وأشكره على ما أجمل إلينا من القصب العوام، وأشهد أن لا إله إلا الله وحده لا شريك له ذو الجلال والإكرام والنوال والإنعام والمواهب العظام والنعم الجسام. وأشهد أن محمدا عبده المقدام ورسوله الهمام ونبيه الإمام، أرسله مأمورا بالأنباء والإعلام ومنصورا بالآيات والإعلام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك، قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിന്റെ റഹ്മത്ത്, പരിശുദ്ധ റമളാൻ നൽകുന്ന റഹ്മത്ത് എന്താണ്? റമളാനിനെ വളരെ ആവേശത്തോടെ സ്വീകരിക്കണം എന്ന് താൽപര്യപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ദുആ ചെയ്യുന്നവരുമാണ് നമ്മൾ. റമളാൻ എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടുന്ന ഒരു മാസം എന്നല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരുപാട് സഹായങ്ങളുണ്ട്. പല പേരുകളിൽ അറിയപ്പെടുന്ന സഹായങ്ങൾ ഇഹലോകത്തും പരലോകത്തും ലഭിക്കണം. അതിന് നമ്മെ സഹായിക്കുകയാണ് റമളാൻ ചെയ്യുന്നത്. റംലാഇ എന്ന അറബി പദത്തിൽ നിന്നാണ് റമളാൻ എന്ന വാക്ക് വന്നത്. റംലാഇ എന്ന് പറഞ്ഞാൽ വർഷകാലത്ത്, മഴക്കാലത്ത് അവസാനം
പെയ്യുന്ന മഴക്കാണ് റംളാഇ എന്ന് പറയാം. വേനലിന്റെ തൊട്ടു മുമ്പ് വർഷിക്കുന്ന മഴ, വർഷകാലത്ത് അവസാനം പെയ്യുന്ന മഴ. ഈ റംളാഇ എന്ന പദത്തിൽ നിന്നാണ് റമളാൻ ഉണ്ടായത്. വേനലിന്റെ തൊട്ടു മുമ്പ് മഴക്കാലത്ത് അവസാനം പെയ്യുന്ന മഴ എത്രമാത്രം ശക്തമാണോ, അതിന്റെ ലഭ്യത എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ആ വർഷം. ആ വർഷത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ മഴക്കനുസരിച്ചാണ്. ആ മഴ ദുർബലമാണെങ്കിൽ, മഴ കിട്ടിയില്ല എങ്കിൽ വേനൽ വളരെ പ്രയാസമായിരിക്കും. നന്നായി കിട്ടിയാൽ വേനലിൽ നന്നാകും. റമളാൻ ഇതുപോലെയാണ്. ആ പദത്തിൽ നിന്നാണ് റമളാൻ ഉണ്ടായത്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ കടന്നുപോകുന്ന റമളാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതിനനുസരിച്ചിട്ടാണ് അവന്റെ ജീവിതം. ഖൈറ്, റഹ്മത്ത്, നിഅമത്ത്, ബർക്കത്ത് ഇതൊക്കെ നമുക്കറിയുന്ന പദങ്ങളാണ്. ഇതൊക്കെ ആരിൽ നിന്ന് കിട്ടണം? ഖൈറും ബർക്കത്തും നിഅമത്തും റമളാൻ മാസം എവിടുന്നെങ്കിലും കച്ചവട സ്ഥാപനത്തിൽ പോയി 2 കിലോ വാങ്ങാൻ പറ്റിയ സാധനമാണോ? അതിന്റെ പേരാണോ? അല്ലല്ലോ. റമളാന് കൊണ്ട് കിട്ടുന്നത് ഇതൊക്കെയാണ് എന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് റമളാൻ എന്ന് പറഞ്ഞാൽ നന്നായി കുറച്ച് സമയം പട്ടിണി കിടന്ന് സമയം അവസാനിക്കുമ്പോൾ നന്നായി തിന്ന, വയറ് നിറച്ച് നല്ല മുന്തിയ ആഹാരം കഴിക്കുക. ഏതാണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഈ വിട്ടഭാഗമൊക്കെ പിന്നെ നോമ്പ് തുറന്നാൽ പൂരിപ്പിക്കുക. ഇതാണ് പലരും മനസ്സിലാക്കി വെച്ചത്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് റമളാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. അതിൽ ഒന്നാണ് റഹ്മത്ത്. റമളാൻ കൊണ്ട് കിട്ടേണ്ട റഹ്മത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാകും റമളാൻ സയ്യിദുശ് ശുഹൂർ, മാസങ്ങളുടെ നേതാവായ സയ്യിദുശ് ശുഹൂറായ റമളാൻ ഇതാ വന്നിരിക്കുന്നു. ഫമർഹബൻ ബിഹി വഅഹ്ല, മർഹബൻ ബിഹി വഅഹ്ല, ഈ റമളാനിനെ മനസ്സ് നിറഞ്ഞ സ്വാഗതം. അതാകും ഷഹ്റു റമളാൻ ഷഹ്റു ബറക, ഈ റമളാൻ ബർക്കത്തിന്റെ മാസമാണ്. യഖ്ശാകുല്ലാഹു ഫീഹി, ആ റമളാനിൽ അല്ലാഹു നിങ്ങളെ പൊതിയും. ബിറഹ്മതിഹി, ബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങളെ പൊതിയും. വയഹത്തുൽ ഖതായ, ജീവിതത്തിൽ വന്നുപോയ സംഭവിച്ചുപോയ തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പാപങ്ങളുണ്ട്, അത് അല്ലാഹു മായ്ച്ചു തരും. റമളാൻ വരെ സംഭവിച്ച തെറ്റുകളെ, കുറ്റങ്ങളെ കുറിച്ചോർത്ത് ഒരു സങ്കടപ്പെടുന്ന മനസ്സുണ്ടെങ്കിൽ റമളാനെ അതിന് പ്രായശ്ചിത്തമായി സ്വീകരിക്കാൻ തയ്യാറാവാണെങ്കിൽ പുറത്തു തരും അല്ലാഹു. വയസ്തജീബു ദുആ, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു ഉത്തരം നൽകും നിങ്ങൾക്ക്. യൻദുറു ഇലാ തനാഫുസിക്കും ഫീഹി, നിങ്ങളെ മത്സരത്തിലേക്ക് അല്ലാഹു നോക്കും. ഓരോരുത്തരും മത്സരിക്കും, ഈമാനുള്ളവരൊക്കെ മത്സരിക്കും സൽക്കർമ്മത്തിന്റെ മാർഗത്തിൽ. ഞാൻ ആദ്യം, എനിക്കൊന്നാമത്തെ സഫ് കിട്ടണം, ഞാൻ ആദ്യം പള്ളിയിൽ വരണം. ഇങ്ങനെ ഓരോന്നും എല്ലാവരും ഒരു ഖത്തം തീർക്കുമ്പോ എനിക്ക് 2 ഖത്തം തീർക്കണം. ഇങ്ങനെ ഇബാദത്തിന്റെ കാര്യത്തിൽ മത്സരിക്കും. ആ മത്സരത്തിലേക്ക് അല്ലാഹു നോക്കും. വയുബാഹി ബികും മലായികതഹു, എന്നിട്ട് ഈ മത്സരം കണ്ട് അല്ലാഹു തന്റെ മലക്കുകളോട് പറയും. അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് അല്ലാഹു ഗർവ് പറയും, അല്ലാഹു വലിപ്പം പറയും. കണ്ടോ, എന്റെ മനുഷ്യരാകുന്ന അടിമകൾ ഇബാദത്തിൽ മത്സരിക്കുന്നത് കണ്ടോ, ഇത് പറയും. അതുകൊണ്ട് റസൂൽ പറയാ, ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറാ, നിങ്ങളിൽ നിന്ന് അല്ലാഹുക്ക് ഖൈർ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ അല്ലാഹുവിന് ഖൈർ കാണിച്ചു കൊടുക്കണം. ഫഇന്ന ശഖിയ, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ ആരാന്നറിയോ? ഫഇന്ന ശഖിയ, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ മൻ ഹുരിമ റഹ്മത്തല്ലാഹ്, മൻ ഹുരിമ റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആര് തടയപ്പെടുന്നുവോ
ആർക്കാ റഹ്മത്ത് ലഭിക്കാതെ പോകുന്നുവോ അവനാകുന്നു ഏറ്റവും വലിയ ശഖിയ, ദൗർഭാഗ്യവാൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, റഹ്മാൻ, അള്ളാഹു റഹ്മാനാണ്. ആ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന റഹ്മത്ത്, പരിശുദ്ധ റമളാനിലൂടെ നൽകുന്ന റഹ്മത്ത്, അള്ളാഹ്ക്ക് മാത്രമേ റഹ്മത്ത് നൽകാൻ പറ്റുള്ളൂ. വേറെ ആർക്കും നൽകാൻ പറ്റില്ല. ഒരു മഹാന് നൽകാൻ പറ്റൂല. ഒരു വ്യക്തിക്കും ഒരു കേന്ദ്രത്തിനും റഹ്മത്ത് നൽകാൻ പറ്റില്ല. അള്ളാഹു നൽകണം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മതിഹി, അള്ളാഹു തന്റെ റഹ്മത്തിൽ നിന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും തുറന്നുകൊടുത്താൽ ഫലാ മുംസിക ലഹാ, ആ റഹ്മത്തിനെ തടയാൻ ഒരാളുമില്ല. അല്ലാഹു ഒരു റഹ്മത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ ആയത്താണ്. അള്ളാഹു ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലാഹു ഒരു റഹ്മത്ത് തുറന്നു കൊടുത്താൽ അത് തടയാൻ ആരുമില്ല. വമാ യുംസികു, ആരിൽ നിന്നെങ്കിലും അത് തടഞ്ഞു വെച്ചാൽ, ആരിൽ നിന്നെങ്കിലും ആ റഹ്മത്ത് പിടിച്ചു വെച്ചാൽ ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, ആ തടഞ്ഞു വെച്ചതിന് ശേഷം അതിനെ വിട്ടയക്കാൻ, അത് നൽകാനും ആരുമില്ല. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്ത് നമുക്ക് കിട്ടേണ്ട ഒരുപാട് റഹ്മത്തുകളുണ്ട്. എന്തൊക്കെ റഹ്മത്ത? മുഴുവനും റഹ്മത്തല്ലാത്ത ഒന്നുമില്ല. നേരം പുലർന്നാൽ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട വാക്കെന്താ? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട വാക്കെന്താ? അല്ലാഹുമ്മ റഹ്മത്തക അർജു, അല്ലാഹുമ്മ റഹ്മത്തക അർജു, അല്ലാഹുവേ എനിക്ക് നിന്റെ റഹ്മത്താണ് വേണ്ടത്. ഫലാ തഖിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും, ഒരു കണ്ണിമ വെട്ടി തുറക്കുന്ന സമയം പോലും എന്റെ സ്വന്തം കാര്യം എന്നെ ഏൽപ്പിക്കല്ല പടച്ചോനെ. വഅസ്ലിഹി ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കിക്കൊണ്ട പടച്ചോനെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നന്നായി കിട്ടണമെങ്കിൽ എന്ത് വേണം? റഹ്മത്തുണ്ടാകണം. അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടുമ്പോൾ എല്ലാം നന്നായി കിട്ടുക. അള്ളാഹുവിന്റെ റഹ്മത്ത് എടുത്തു വച്ചാൽ എല്ലാം മോശമായി തീരും. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട വിജയം, ഇഹലോകത്തും പരലോകത്തും കിട്ടേണ്ട വിജയം അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഫയുദ്ഖിലുഹും റബ്ബുഹും ഫീ റഹ്മതിഹി, അള്ളാഹു അവന്റെ റഹ്മത്തിൽ അവരെ പ്രവേശിപ്പിക്കും. വിശ്വാസം വേണം, അമൽ സാലിഹാത്തുകൾ ചെയ്യണം, അള്ളാഹു അവന്റെ അടിമകളെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയം. വമ്പിച്ച വിജയം അതാണ്. സഹോദരന്മാരെ, നമ്മളെ ആയുസ്സിൽ, നമ്മളെ വീട്ടിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മളെ മക്കളിൽ, നമ്മളെ കുടുംബത്തിൽ എല്ലാം നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണം. എന്നിട്ട് ഏറ്റവും വലിയ റഹ്മത്ത് ചൊരിഞ്ഞു കിട്ടേണ്ട സമയം ഏതാ? ഏത് സമയ സഹോദരങ്ങളെ? അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് ചൊരിഞ്ഞു കിട്ടേണ്ട സമയമേതാ? നമ്മളെ വഫാത്തിന്റെ സമയമാണ്, മരണത്തിന്റെ സമയമാണ്. മരണത്തിന്റെ സമയമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കോരിച്ചൊരിഞ്ഞു കിട്ടേണ്ടത് ഈ ലോകത്തോട് നമ്മൾ യാത്ര പറയുന്ന സമയമുണ്ട്. നമ്മളെ ഭാര്യയെ, നമ്മളെ മക്കളെ, നമ്മളെ കുടുംബത്തെ, നമ്മളെ സന്താനങ്ങളെ, നമ്മുടെ വീട്, നമ്മളെ നാട് വിട്ട് നമ്മൾ പോവാണ്. ഇനി നമ്മൾ ഈ നാട്ടിലില്ല, നമ്മളെ മക്കൾക്കിടയിലില്ല. നമ്മുടെ വിയോഗമാണ്, നമ്മുടെ ഫിറാഖാണ്, നമ്മുടെ മരണമാണ്. ആ സമയത്താണ് സഹോദരങ്ങളെ റഹ്മത്ത് നമുക്ക് കിട്ടേണ്ടത്. അദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, പ്രാർത്ഥന പഠിപ്പിച്ചു ഖുർആൻ. അദ്ഖിൽനീ ബിറഹ്മതിക, നിന്റെ റഹ്മത്തിൽ എന്നെ പ്രവേശിപ്പിക്കു പടച്ചോനെ. ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ നല്ല അടിമകളെ കൂട്ടത്തിൽ നിന്റെ റഹ്മത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കു പടച്ചോനെ. ഇത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ജീവിതത്തിൽ മുഴുവൻ സമയത്തും പ്രാർത്ഥിച്ച്, ഏത് സമയത്താണ് ഈ റഹ്മത്ത് കിട്ടേണ്ടത്? മരണത്തിന്റെ സമയത്തുള്ള റഹ്മത്തിനെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ ചോദിക്കുന്നത്. ഇത് പ്രാർത്ഥിച്ച ആളുകളോട്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച, മനസ്സറിഞ്ഞ് ചോദിച്ച ആളുകളോട് ആ സമയം വരുമ്പോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം വരുമ്പോ, ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടുന്ന ഒരു സമയം, പ്രതീക്ഷിക്കുന്ന സമയം, ആ സമയം വരുമ്പോ അല്ലാഹു പറയും, ഉദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി, ഉദ്ഖുലീ ഫീ ഇബാദി, എന്റെ അടിമകളിലായി പ്രവേശിച്ചോ, വദ്ഖുലീ ജന്നതി. ഈ ജന്നത്ത് ഏതാണ് സഹോദരങ്ങളെ? റഹ്മത്താണ്.
അദ്ഖിൽനീ ബിറഹ്മതിക എന്ന് പറഞ്ഞ ആ റഹ്മത്താണ് ഇവിടെ അല്ലാഹ് ജന്നത്തി എന്ന് പ്രയോഗിച്ചത്. ആ റഹ്മത്തിലേക്ക് പ്രവേശിച്ചോ, നീ ചോദിച്ച റഹ്മത്താകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയും. അതുകൊണ്ട് യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, കഴിഞ്ഞകാല ജീവിതം എത്ര മോശമാണെങ്കിലും നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടരുത്. അല്ലാഹ് പറയാ, യാ ഇബാദി, എന്റെ പൊന്നാര അടിമകളെ. അല്ലാഹ് നമ്മളെ നോക്കുന്നത് റഹ്മത്തിന്റെ നോട്ടാണ്. റഹ്മത്തിന്റെ നോട്ടമാണല്ലോ നമ്മളെ നോക്കുക. അള്ളാഹു ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ മാപ്പിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചോൻ തരുന്ന മാപ്പിൽ, അവന്റെ ഇളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. റഹ്മത്താണ് നമുക്കല്ല നൽകുന്നത്. ആ റഹ്മത്താണ് അള്ളാഹു നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്താലും അള്ളാഹ് പറയാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്, നിരാശയുണ്ടാവരുത്. നിങ്ങൾ ചോദിക്ക റബ്ബിനോട്, ചെയ്തത് ഏറ്റു പറയാ, ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറയാ, റബ്ബിനോട് മാപ്പിനെ ചോദിക്കുക. എന്നിട്ട് ജീവിതം ഈ റമളാനെങ്കിലും, ഈ റമളാൻ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുക. ആ റഹ്മത്ത് നൽകും, കാരുണ്യം പടച്ചോൻ നൽകും. സഹോദരങ്ങളെ, കാരുണ്യം ലഭിക്കാൻ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യണം. ഇർഹമോ മൻഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്യാം. ഇർഹമുക്കും മൻഫിസ് സമാ, ആകാശത്തുള്ളവൻ അവൻ റഹ്മത്ത് നൽകും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് റഹ്മത്ത് നൽകും. ആരാണിത്? ആരോടാ കാണിക്കേണ്ടത്? സുഡാനിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഒരു വാർത്ത നമ്മൾ വായിച്ചു. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് നടക്കാൻ പോലും ആകാതെ പട്ടിണി കിടന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ആരോഗ്യവും നശിച്ചിട്ട് വെറും അസ്ഥികൂടങ്ങൾക്ക് മുകളിൽ ഒരു തോട് മാത്രമുള്ള ഒരു പിഞ്ചു ബാലൻ ഇരുന്ന് നിരങ്ങിയിട്ട് അഭയാർത്ഥി ക്യാമ്പിലെ ഭക്ഷണപ്പൊതി വാങ്ങാൻ പോകുന്ന ഒരു ചിത്രം അതാകെ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു, വൈറലായി, കണ്ടു. സഹോദരങ്ങളെ, ഇതൊരു പ്രതീകം മാത്രമാണ്. നാളെ നോമ്പ് തുറക്കാൻ, ഇന്ന് അത്താഴം കഴിക്കാൻ, ഇന്നത്തെ രാത്രിയിൽ അത്താഴം കഴിക്കാൻ വീട്ടിൽ എന്തുണ്ട് എന്നാലോചിച്ചിരിക്കുന്നവരുണ്ട്. ഒരുപക്ഷേ വീടുകൾ വലിയതാകാം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് പറഞ്ഞു, ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്. രണ്ടും രണ്ടാണ്. ഫക്കീറും മിസ്കീനും ഒന്നല്ല. അന്വേഷിച്ച് ചെല്ലണം, കണ്ടെത്തണം. അതുള്ളവരുടെ ബാധ്യതയാണ്. കൊടുക്കൽ മാത്രമല്ല, അന്വേഷണം വേണം. അന്വേഷിച്ച് കണ്ടെത്തണം. കൊടുക്കാൻ നല്ല എളുപ്പമാണ്. ഉള്ളവർക്ക് കൊടുക്കാൻ എളുപ്പമാണ്. മനസ്സുണ്ടായാൽ മതി, കൊടുക്കാനൊരു മനസ്സുണ്ടായാൽ മതി. പക്ഷെ അന്വേഷിച്ച് കണ്ടെത്തണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റമളാനിന്റെ തലേ ദിവസം നമ്മളെ നാട്ടുകൾ നടക്കുന്ന റമളാൻ കിറ്റുകളുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് കിറ്റുകളുമായി ഒരു വീട്ടിന്റെ മുറ്റത്തേക്ക് ചെന്ന കുട്ടികൾ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ഒരു പറയാം, ഇവർക്ക് കൊടുത്ത അഡ്രസ്സുമായിട്ട് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ അഡ്രസ്സിൽ കാണുന്ന വലിയൊരു ടെറസിന്റെ വീടാണ്. വലിയൊരു ഗേറ്റുള്ള വീട്. അവർക്ക് സംശയമായി, ഈ കിറ്റ് ഈ വീട്ടിലേക്കോ? സംശയം തീർക്കാൻ അവർ ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ, അസറിന്റെ ശേഷമാണ്, അവര് എഴുന്നേറ്റ് വന്നു. നമസ്കാരക്കുപ്പായത്തിൽ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് വരിക. നമസ്കാരക്കുപ്പായത്തിട്ടാ വന്നത്. മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് വരിക. എന്താ മക്കളെ? അവർ ചോദിച്ചു, ഈ അഡ്രസ് നിങ്ങളതാണോ? അത് എന്റേതാണ്. ഞങ്ങളിങ്ങനെ, അവർക്ക് സംശയം, ഇങ്ങനെ വളരെ പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയൊരു കിറ്റുമായി വന്നതാണ്. അഡ്രസ്സ് മാറിയതായിരിക്കും, തന്നാക്കും. ഒരാൾ തന്നത് അനുസരിച്ച് വന്നതാണ്. അപ്പൊ ആ ഉമ്മ ഒരല്പസമയം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ഈ അഡ്രസ്സ് എന്റെ തന്നെയാണ്. ഒരു പക്ഷേ ആരെങ്കിലും എന്റെ അവസ്ഥ അറിയുന്ന ആരെങ്കിലും കൊടുത്തിട്ട്, ആ ഉമ്മ ആ കുടുംബനാഥന്റെ ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥൻ മരിച്ചുപോയി. അയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമാണൊരു വീട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആ സഹോദരൻ അദ്ദേഹത്തിന്റെ സ്വപ്ന ഭവനം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി വലിയൊരു വീട് പ്ലാൻ ഉണ്ടാക്കിയിട്ട് വലിയൊരു വീട് ഉണ്ടാക്കി. കാശ് തികഞ്ഞില്ല, പലരോടും കടം വാങ്ങി, ലക്ഷങ്ങളെ കടം വാങ്ങി. വീട്ടാൻ നല്ല ജോലിയാ. കടം വാങ്ങി വീടുണ്ടാക്കി, വീടിന്റെ പണി പൂർത്തിയായി. താമസിക്കുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി.
ഈ കടം വീട്ടാൻ ആരുമില്ല. രണ്ടു കൂട്ടരുടെയും കുടുംബങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. ഇദ്ദേഹത്തിന് വിദേശത്ത് കിട്ടിയ ഒരു നല്ല ജോലിയാണ്. ആ ജോലിക്കാണ് ഈ സ്ഥലം വാങ്ങിയത്, വീടുണ്ടാക്കിയത്. വീട് നല്ല വീടുണ്ടാവട്ടെ, ചെലവാക്കിയതിനപ്പുറം ഇരട്ടി കടം വാങ്ങിയിട്ടാണ്. അവസാനം കടം വീട്ടാൻ വേണ്ടി ഈ വീട് വിറ്റ് 3 മാസത്തെ അവധി പറഞ്ഞ് 3 മാസത്തെ അവധി കഴിഞ്ഞിട്ട് ഇവർ പോകാൻ പോകുന്നത് ഒരു ചെറ്റക്കുടിലേക്ക്, ഒരു ചെറിയ വളരെ ചുരുങ്ങിയ വാടക മാത്രമുള്ളൊരു വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. ഇപ്പൊ റമദാനും കൂടി കഴിയണം. വീട് വിറ്റിരിക്കുക. ഈ വീട്ടിൽ അവർ താമസിക്കുന്നത് ആരും അറിയില്ല. ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ മുസല്ലയിൽ ഇരുന്ന് കടയിൽ നിന്ന്, പലചരക്ക് കടയിൽ നിന്ന് കടാണ് വാങ്ങിയത് ഇത്രയും ദിവസം. ഇന്നലെ കുട്ടി കടം വാങ്ങാൻ വേണ്ടി കടയിൽ ചെന്നപ്പോ, പലചരക്ക് സാധനം വാങ്ങാൻ ചെന്നപ്പോ അവിടുന്ന് പറഞ്ഞു, ഇനി ഇല്ല, കാരണം 2-3 മാസം പൈസ തരാൻ റമദാനാണ്, അതുകൊണ്ട് ഇനി പൈസ തന്നിട്ടേ തരുള്ളൂ എന്നാ പറഞ്ഞയച്ചത്. ഇത് നാളെ എങ്ങനെ നോമ്പ് തുറക്കാം, എങ്ങനെ അത്താഴം കടിക്കുന്നു വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് ഈ കിറ്റുമായി അവിടേക്ക് കയറി ചെല്ലുന്നത്. ആ സ്ത്രീ കരഞ്ഞ് കണ്ണീരൊടിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് സഹോദരങ്ങളെ, നമ്മൾ കാണുന്നതല്ല ജീവിതം, നമ്മുടെ കണ്ണിന്റെ മുൻ ദൃശ്യങ്ങളല്ല ജീവിതം. ഈ ജീവിതത്തിനുള്ളിൽ, ഈ കാണുന്ന കാഴ്ചക്കുള്ളിൽ ഉരുകി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാകാം. ഒരാളോട് പറയാൻ വയ്യ, തന്റെ കടം ഒരു മനുഷ്യനെ അറിയിക്കാൻ വയ്യ, അഭിമാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരുണ്ടാകാം. അവരെ കണ്ടെത്തിയിട്ട് സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇർഹമോ, റഹ്മത്ത്, അല്ലാഹു റമദാനിന്റെ റഹ്മത്ത്. സഹോദരങ്ങളെ, റമദാനിനെ സ്വീകരിക്കാനിരിക്കുന്നവർ, റമദാനിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നവർ, ഭൂമിയിൽ ആ റഹ്മത്ത് ആഗ്രഹിക്കുന്നവർക്ക് റഹ്മത്ത് കൊടുത്താൽ ആകാശത്തുള്ളവൻ റഹ്മത്ത് നൽകും. എത്തിച്ചു കൊടുക്കണം. ഇനി കേവലം സാമ്പത്തികമായ സഹായം മാത്രമാണോ? അല്ലല്ലോ. അതിലുപരിയായി വേറെയും ചില റഹ്മത്തില്ലേ? നമ്മുടെ കാരുണ്യ സ്പർശം, നമ്മുടെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം, കാരുണയോട് കൂടിയുള്ള ഒരു സംസാരം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ, അവരെ മനസ്സ് വേദനിച്ചതാണെങ്കിൽ എന്ത് നോമ്പാ സഹോദരങ്ങളെ നമുക്കുള്ളത്? എന്ത് അത്താഴമാണ് ഇന്ന് രാത്രി നമ്മൾ കഴിക്കുക? നമ്മളെ ഭാര്യ ഭക്ഷണമുണ്ടാക്കി, പക്ഷെ ആ ഭാര്യ നമ്മളെ സംബന്ധിച്ച് സംതൃപ്തയല്ലെങ്കിൽ, അവളുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോ ഈ സുഹൂറിലെ എന്ത് ബർക്കത്താണ്, അത്താഴത്തിന്റെ എന്ത് ബർക്കത്തും റഹ്മത്താ നമുക്ക് കിട്ടാനുള്ളത്? ചെറിയ മക്കൾ, ആ മക്കളോട് കാരുണ്യം കാണിക്കേണ്ടവർ ക്രൂരത കാണിച്ചാൽ എന്ത് റഹ്മത്താ പ്രതീക്ഷിക്കാനുള്ളത്? ഇന്ന് സുബഹിക്ക് ശേഷം നമ്മളെല്ലാവരും വായിച്ച, മനസ്സ് വേദനിപ്പിച്ച, ഇന്ന് വായിച്ചൊരു വാർത്തയില്ലേ? കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് വന്നൊരു വാർത്ത. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട്, നിസ്സാരമായൊരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഭാര്യയെ സംശയിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന് ഭാര്യയുടെ കൈ കെട്ടിയിട്ട്, ജനവാതിലിൽ കെട്ടിയിട്ടിട്ട്, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇസ്തിരിപ്പറ്റി വെച്ച് ചൂടാക്കിയിട്ട്, ചൂടുള്ള ഇസ്തിരിപ്പറ്റി വെച്ചിട്ട് വേദന കൊണ്ട് കാലിട്ട് പൊളയുന്ന ശബ്ദം കേട്ട് 1.5 വയസ്സുള്ള മകള് എന്നേറ്റ് ഉമ്മാന്ന് വിളിച്ചു വരിക. എന്നിട്ട് ആ മകളുടെ മുഖത്ത് തരണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന്, ചുമരിലടിച്ച് കൊന്നിട്ട്, ഈ ഉമ്മയെ ഈ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ഈ കുട്ടിയുടെ ശരീരം ഒരു ചാക്കിലാക്കിയിട്ട് കോഴിക്കോടിലെ കനോലി കനാലിൽ വലിച്ചെറിഞ്ഞു. ഇന്നലെ വൈകുന്നേരമാണ് ആ കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആ വാർത്ത. ആലോചിക്കണം നമ്മൾ. ഒരു കുട്ടിയുടെ ശരീരം കയ്യിലെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ മരിച്ച മയ്യത്ത് കയ്യിലെടുത്തിട്ട് റസൂലുള്ള കരഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, റസൂലേ അങ്ങ് കരയുകയാണോ? ആദിഹി റഹ്മത്തുൻ, ആദിഹി റഹ്മത്തുൻ. ഈ കണ്ണീര് ഒരു റഹ്മത്താണ്. കഷ്ടപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, നമ്മളെ മകന്റെ, മകളുടെ മുഖത്തേക്ക് കാരുണ്യത്തോടു കൂടിയല്ലാതെ പിതാവിന് നോക്കാൻ കഴിയരുത്, നോക്കാൻ പാടില്ല. ഒരു നോട്ടം കൊണ്ട് നമ്മളെ മക്കളെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോ ആ മക്കൾക്ക് സന്തോഷം കിട്ടണം, സമാധാനം കിട്ടണം. എന്താ റസൂൽ പറഞ്ഞത്? എന്താ കുട്ടികൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നവരാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇർഹം റബ്ബിർഹം, റബ്ബിർഹംഹുമാ. എന്റെ ഉപ്പാക്ക് ഉമ്മാക്ക് റഹ്മത്ത് കൊടുക്ക് പഠിച്ചോനെ, റഹ്മത്ത് കൊടുക്ക് പഠിച്ചോനെ. കമാ റബ്ബയാനി സഗീറ. ഞങ്ങളോട് ചെറുപ്പത്തിൽ ഞങ്ങളെ വളർത്തിയപ്പോ ഞങ്ങളോട് റഹ്മത്ത് കാണിച്ച പോലെ, കണ്ടോ, കാണിച്ച പോലെ, ഞങ്ങളോട് റഹ്മത്ത് കാണിച്ച പോലെ, ഞങ്ങളോട്
ചെറുപ്പത്തിൽ കാരുണ്യം കാണിച്ച പോലെ കാണിക്കണം പടച്ചോനെന്ന മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. കാണിച്ച പോലെ കാണിക്കണമെന്ന് അല്ലേ? എന്താ ഖുർആൻ പറഞ്ഞത്? വൃദ്ധരായ മാതാപിതാക്കളാണെങ്കിൽ വഖ്ഫിദ് ലഹുമാ ജനാഹൽ ളുല്ലി മിനർ റഹ്മ. റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കട്ടെ. തള്ളക്കോഴി 40 കോഴിക്കുഞ്ഞുങ്ങൾ 30 കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിന്റെ ചുവട്ടിലേക്ക് പ്രാവ് കൊത്തിക്കൊണ്ടുപോകാൻ റാഞ്ചാൻ വന്നപ്പോ ഈ തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിലേക്ക് ഒളിപ്പിച്ചില്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ? ഇല്ലല്ലോ. ഇതുപോലെ കാരുണ്യത്തിലെ ചിറകുകൾ മാതാപിതാക്കൾക്ക് താഴ്ത്തിക്കൊടുക്കട്ടെ. മക്കൾക്കുള്ള കടമയാണ് അല്ലേ? ഇത് ചെയ്യണമെങ്കിൽ മാതാപിതാക്കൾ മക്കളോട് ആ റഹ്മത്ത് കാണിക്കണം. എന്താ ഏറ്റവും വലിയ റഹ്മത്ത്? കളിക്കോപ്പ് വാങ്ങിക്കൊടുക്കലാണോ? നല്ല മുന്തിയ ഭക്ഷണവും വസ്ത്രവും കൊടുക്കലാണോ? മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ റഹ്മത്ത് എന്താ സഹോദരങ്ങളെ? ഏറ്റവും വലിയ റഹ്മത്ത് എന്താ കുട്ടികൾ കാണിക്കുന്ന? കുട്ടികൾക്ക് ദീന് കൊടുക്കലാണ്, മതം പഠിപ്പിക്കലാണ്, ദീന് നൽകലാണ്. ദീന് എന്നതിന്റെ പേരിൽ പലതും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. തൗഹീദ് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, ഖുർആനും സുന്നത്തും പ്രമാണബന്ധമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, അതുപ്രകാരം ഉള്ളൊരു മദ്രസയിലല്ലേ കുട്ടികളെ ചേർക്കേണ്ടത്? അവിടെയല്ല കുട്ടികളെ കൊണ്ടുപോയാക്കേണ്ടത്. നമുക്കൊരു മദ്രസയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് നമ്മൾ അലഞ്ഞു. പലരുടെയും കൈകളിലേക്ക് നമ്മൾ പല ലെറ്ററും കൊടുത്തു. ഒരു മദ്രസ വേണമെന്ന് പറഞ്ഞിട്ട്. പള്ളിയിലാണ് മദ്രസ നടക്കുന്നത്. വലിയ പെൺകുട്ടികൾക്ക് പള്ളിയിൽ വരാൻ പറ്റൂല ഏത് സമയത്തും, അതുകൊണ്ടൊരു മദ്രസ വേണം എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് സ്ഥലം കിട്ടി. സ്ഥലം കിട്ടിയിട്ടും വർഷങ്ങളോളം നമ്മൾ ഒരു മദ്രസ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടന്നു. അവസാനം നമ്മുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്ത് നമുക്കൊരു നല്ല മനോഹരമായ മദ്രസ ബിൽഡിംഗ് ഉണ്ടായി. എന്നിട്ട് ആ മദ്രസയിലേക്ക് പോലും നമ്മളെ കുട്ടികളെ പറഞ്ഞയക്കാൻ ഈ പള്ളിയിൽ വന്ന് ഖുർആനും സുന്നത്തും കേൾക്കുന്ന ദീന് പഠിക്കുന്ന ആളുകൾക്ക് സന്മനസ്സില്ലെങ്കിൽ എന്ത് റഹ്മത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മദ്രസയിൽ അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം തീർച്ചയായി ഉറപ്പിച്ച് ഈ മിമ്പറെ സാക്ഷിയാക്കി ഞാൻ പറയാം. കുട്ടികൾക്ക് കൊടുക്കേണ്ട അറിവുണ്ടല്ലോ, അത് ഖുർആൻ, യഥാർത്ഥമായ ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ദീനിന്റെ ആദർശത്തിൽ നിന്ന് അല്ല എങ്കിൽ, ചെറിയ മനസ്സുകളിലേക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, യഥാർത്ഥമായ മാർഗത്തിലേക്ക് കുട്ടികളെ തിരിച്ചുവിട്ടിട്ടില്ല എങ്കിൽ നമ്മൾ കരയേണ്ടി വരും, നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. സാധാരണ ഞാൻ പറയുന്ന പോലെ വാതിലടച്ച് കുറ്റിയിട്ട് ഒരു മനുഷ്യനോട് പറയാൻ പറ്റാതെ നമ്മൾ വിലപിക്കേണ്ടി വരും സഹോദരങ്ങളെ. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന റഹ്മത്ത്, ഏറ്റവും വലിയ റഹ്മത്ത് കുട്ടികൾ ചെറുപ്പത്തിലെ ദീന് നൽകുക എന്നുള്ളതാ. വരാൻ പോകുന്നൊരു ലോകത്തെക്കുറിച്ചുള്ള ചിന്ത എന്റെ വാപ്പയുടെ മുന്നിൽ ഒരു രൂപത്തിൽ, എന്റെ ഉമ്മയുടെ മുന്നിൽ ഒരു രൂപത്തിൽ, പുറത്തേക്ക് പോയാൽ ബസ്സിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, നാട്ടിലേക്ക് ഇറങ്ങിയാൽ മറ്റൊരു രൂപത്തിൽ. അല്ല, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കാര്യം ഒരു കടുകുമണി തൂക്കമാണ്. നീ ചെയ്ത തെറ്റ് ഒരു കടുകുമണി തൂക്കം അത്രയുള്ളൂ എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും നാളെ കൊണ്ടുവരും പടച്ചോൻ, പരലോകത്ത് കൊണ്ടുവരും പടച്ചോൻ എന്ന വിജ്ഞാനം വാപ്പ നൽകേണ്ട വിജ്ഞാനമാണ്. യാ ബുനയ്യ എന്ന് വിളിച്ചത് അള്ളാഹുവിന്റെ ഖുർആനിലാണ്. ഇത് വിളിക്കേണ്ടത് ഓരോ പിതാവുമാണ്. മക്കളെ, യാ ബുനയ്യ, പൊന്നുമക്കളെ, പൊന്നുമക്കളെ, ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നിങ്ങൾ ചെയ്ത തെറ്റ് ഒരു കടുകുമണി വലിപ്പമുള്ളതാണെങ്കിൽ പോലും അള്ളാഹ് കൊണ്ടുവരും മക്കളെ, പരലോകത്ത് കൊണ്ടുവരും, മറുപടി പറയേണ്ടി വരും. ഇതൊരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. ഇതാണ് റഹ്മത്ത്, ഇതാണൊരു പിതാവ് നൽകേണ്ട റഹ്മത്ത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ റഹ്മത്തുകളെല്ലാം ചേർന്ന്, ഈ റഹ്മത്തുകളെല്ലാം ഉണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകും. മനുഷ്യരോട് മാത്രമല്ല, കാലികളോട്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഇന്നി അർഹമുശ്ശാത്ത, ഞാൻ കാരുണ്യം കാണിച്ചത് ഒരു ആടിനോടാണ്, ഒരു മിണ്ടാപ്രാണിയോടാണ് കാരുണ്യം കാണിച്ചത്. ഫഖാല ഇൻ റഹിംതഹാ റഹിമക്കല്ലാഹ്, ഇൻ റഹിംതഹാ റഹിമക്കല്ലാഹ്, നീ അതിനോട് കാണിച്ച കാരുണ്യം അള്ളാഹു നിനക്ക് തിരിച്ച് റഹ്മത്ത് നൽകാൻ കാരണമാകും. കണ്ടോ? അപ്പോ നമ്മൾ ഈ ദുനിയാവിൽ ആരോടൊക്കെ നമ്മൾ കാരുണ്യം കാണിക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹു തആല റഹ്മത്ത് നമുക്ക് നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിലെ ഓരോ വൃദ്ധവും ഓരോ നോമ്പും കേവലം ഒരു പട്ടിണിയായി മാത്രം മാറാതെ നിരന്തരമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അൻത വലിയുന, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി.
ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു കൊണ്ട പടച്ചോനെ, വർഹംനാ, ഞങ്ങളോട് കാരുണ്യം കാണിക്കു പടച്ചോനെ, വ അൻത ഖൈറുൽ ഗാഫിരീൻ, നീയാണ് പൊറുക്കുന്നവരിൽ ഏറ്റവും നന്നായി പൊറുക്കുന്നവൻ. ഞാൻ ഓതി വെച്ച ആയത്ത് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിലെ ഒരു ആയത്താണ് സഹോദരങ്ങളെ, 156-ാമത്തെ ആയത്താണ്. 114 തവണയാണ് ഖുർആനിൽ റഹ്മത്ത് എന്ന പദം ഉപയോഗിച്ചത്. 114 സ്ഥലത്ത് ഖുർആനിൽ റഹ്മത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് അറാഫിലെ ഞാൻ ഓതി വെച്ച ആയത്ത് ഫക്തുബ് ലനാ, സത്യവിശ്വാസികളായ ആളുകൾ, ഈമാനുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വക്തുബ് ലനാ ഫി ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ, ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ഹസനത്ത് രേഖപ്പെടുത്തു പടച്ചവനെ. ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നന്മ രേഖപ്പെടുത്തു പടച്ചവനെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഇഹലോകത്തെയും പരലോകത്തെ റഹ്മത്താണത്. ഇന്ന അഹുദിന ഇലൈക, ഇന്ന അഹുദിന ഇലൈക, ഞങ്ങളിതാ നിന്നിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു, ഞങ്ങളിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങി വന്നിരിക്കുന്നു. ചെയ്തതൊക്കെ എല്ലാം ഏറ്റുപറഞ്ഞ് റബ്ബിനോട് മാപ്പ് ചോദിച്ച് ഞങ്ങളിതാ നിന്നിലേക്ക് വന്നിരിക്കുന്നു. ഖാല, അല്ലാഹ് പറയും, അദാബി, എന്റെ ശിക്ഷ, ഉസീബു ബിഹി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം. എന്നാൽ വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലും വിശാലമാണ്. അല്ലാഹു റഹ്മാനാണെന്നൊരു വിശദീകരണമാണ്. റഹ്മാനാണ് അല്ലാഹ് എന്നതിന്റെ ശറഹാണ് ഈ ആയത്ത്. എന്താണ് റഹ്മാൻ? ഇഹലോകത്ത് അല്ലാഹ്ക്ക് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും റഹ്മത്ത് കൊടുക്കുന്നവൻ അല്ലെ? എത്ര വലിയ തോന്നിയാസം കാണിച്ച് അള്ളാഹിനെ ധിക്കരിച്ച് നിഷേധിച്ച് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഒരുപാട് റഹ്മത്ത് കൊടുത്തിട്ടില്ലേ? ആ റഹ്മത്തോടല്ലേ ജീവിക്കുന്നത്? അവർക്കും അള്ളാഹ് റഹ്മത്ത് കൊടുക്കുകയാണ്. തിന്മ ചെയ്യുന്നവർക്ക്, ഫാസിക്കിന്, തമ്മാടിക്ക്, തോന്നിവാസിക്ക്, അധർമ്മകാരികൾക്ക് ഒക്കെ അള്ളാഹ് റഹ്മത്ത് കൊടുക്കുകയാണ്. അള്ളാഹ് പറയാ, എന്റെ ശിക്ഷ നോക്കൂ നിങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം, എന്റെ റഹ്മത്തോ എല്ലാവർക്കും. ഞാനത് എഴുതി വെക്കും. ശ്രദ്ധിക്കുക, ഞാനത് രേഖപ്പെടുത്തി വെക്കും. ആ റഹ്മത്ത് എഴുതി വെക്കും. ആർക്ക്? ലില്ലദീന യത്തഖൂൻ, തഖ്വയുള്ളവർക്ക്. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാക്കാനാണ്. തഖ്വയുള്ളവർക്ക് ഞാനത് രേഖപ്പെടുത്തും. വയുഅ്തൂന സകാത്ത, നിർബന്ധമായ തന്റെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യേണ്ടതൊക്കെ ദാനം ചെയ്യുന്നവർക്കും. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്കും ഞാൻ ആ കാരുണ്യം രേഖപ്പെടുത്തി വെക്കും. അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ. ആ റബ്ബ് മാത്രമാണ്, അവന്റെ അവകാശങ്ങളിൽപ്പെട്ടത് മാത്രമാണ് റബ്ബിന്റെ റഹ്മത്ത്. ആ റഹ്മത്താണ് സഹോദരങ്ങളെ ഈ റമദാനിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടാൻ, അത് ലഭിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ അമലുകൾ കൊണ്ട്, വിശ്വാസം കൊണ്ട്, ഈമാന് കൊണ്ട്, ഇഹ്തിസാബ് കൊണ്ട് ഈ നോമ്പിനെ ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഇന്ന് അസ്തമയത്തിന് ശേഷം, സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ 41 മിനിറ്റ് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ മാസം കാണാനും നാളെ പരിശുദ്ധ റമദാൻ ഒന്നാകാനും ഏറെ സാധ്യതയുണ്ട്. മാസം കണ്ട് തീരുമാനമായാൽ ഇന്നു മുതൽ രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം ജമാഅത്തായി പള്ളികളിൽ നടക്കും. മാകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരി 11 റക്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ രാത്രി നമസ്കാരം നിർവഹിച്ചത് മാകാന യസീദു, വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല, 11 റക്അത്തിലധികം. അതുകൊണ്ട് രാത്രി നമസ്കാരം, ഖിയാമുൽ ലൈൽ, ഖിയാമു റമളാൻ, തറാവീഹ്, തഹജ്ജുദ്, വിത്ർ, ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന നമസ്കാരം ഒന്ന് തന്നെയാണ്. ഒറ്റ നമസ്കാരം, ഒരേ നമസ്കാരം. നബിയുടെ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം, ഇശാ നമസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്, ഇശാ നമസ്കാരത്തിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിന് ശേഷം സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഇതിനിടയിൽ
ഇതിന് ഇടയിൽ നബി നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ. ഇശാ നമസ്കാരത്തിന് 2 റക്അത്ത് സുന്നത്ത്, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ഇതിന്റെ ഇടയിൽ നബി നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ. അത് ഈ രണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കണ്ടേ. ഒന്നായിട്ടാണ് നിസ്കരിക്കല്ല വേണ്ടത്. അത്തഹിയാത്തൊന്നും ഇല്ലാതെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം കൂട്ടണം. അതിന് റെസ്റ്റ് വേണം. അതാണ് തറാവീഹ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് നടത്താം. തറാവീഹ് എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു പേര് 2 റക്അത്ത് നിസ്കരിച്ച് റെസ്റ്റ് എടുക്കുന്നത് കൊണ്ട് കിട്ടിയ പേരാണ് തറാവീഹ്. ഇനി ഈ നിസ്കാരം ഏറ്റവും അഫ്ളല് ഉറങ്ങി എഴുന്നേറ്റിന് സംസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ഒന്ന് ഉറങ്ങിയതിന്റെ ശേഷം എഴുന്നേൽക്കുക, എന്ന് നിസ്കരിക്കുക. അപ്പൊ അതിന്റെ പേര് തഹജ്ജുദ് എന്നായി. അപ്പൊ ആ നിസ്കാരത്തിന്റെ പേര് തഹജ്ജുദ് എന്നായി. എഴുന്നേറ്റ് നിസ്കാരം ഒന്നെ. പിന്നെ ഈ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ഒറ്റയായിട്ട് അവസാനിപ്പിക്കണം. ഒറ്റയായിട്ട് അവസാനിപ്പിക്കണം. ഒറ്റ എന്നതിന്റെ അറബി വാക്കാണ് വിത്ർ. ഒറ്റ എന്നതിന്റെ അറബി വാക്കാണ് വിത്ർ. അപ്പൊ 11 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 5 ഈ രൂപത്തിൽ നിസ്കരിക്കണം. അപ്പൊ അവസാനത്തെ ഒറ്റ റക്അത്താണ്. അതുകൊണ്ടാണ് വിത്ർ എന്ന് പറഞ്ഞത്. നിസ്കാരമല്ല ഒന്നെ. ഇതിന്റെ അവസ്ഥക്കനുസരിച്ചുള്ള പേരാണിത്. ഈ നിസ്കാരമാണ് മാക്കാന യസീദു ഫി റമദാന വലാ ഫി റമദാനിലാവട്ടെ, അല്ലാത്ത കാലത്ത് അത് മാക്കാന യസീദു വർദ്ധിപ്പിച്ചിട്ടേയില്ല. ഏറ്റവും അസഹായ ഹദീസ്. ഇതിനപ്പുറം വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ദുർബലമാണ്. ഇതിനപ്പുറം വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ദുർബലമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തമീമുദ്ദാരി ഇമാമാക്കി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച നിസ്കാരം ഹദീസിൽ കാണാം. അതും 11 പിന്നെ ഉമർ ഖത്താബിന്റെ കാലത്ത് ആരോ ഒരു റജുലിനാ പറഞ്ഞു, ആളാരെന്നറിയില്ല. ഉമർ ഖത്താബിന്റെ കാലത്ത് ഉമർ ഖത്താബ് നിസ്കരിച്ച് 11 എന്ന ഹദീസിലുണ്ട്. ഉമർ ഖത്താബിന്റെ കാലത്ത് ആരോ ഒരാൾ നിസ്കരിച്ചു. അത് ഈ ഹദീസുകളെ തുലനം ചെയ്യുമ്പോൾ ആ ഹദീസ് ദുർബലെന്ന് മാത്രമല്ല, ആ ഹദീസ് ശാസ്ത്ര പ്രകാരം അത് തള്ളപ്പെടേണ്ട ഹദീസുമാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി പറയാണ്, നബിയാണല്ലോ മാതൃക. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവരാണ് ഏറ്റവും ആധികാരികമായി രാത്രി നിസ്കാരം, റസൂൽ രാത്രി നിസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആരാ കൂടെ ഉണ്ടാകുക? ഭാര്യയാണ് കൂടെ ഉണ്ടാകുക. ആ ഭാര്യ പറഞ്ഞതാണ് 11-ലധികം വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തതജാഫ ജുനൂബുഹും അനിൽ മവാജിഇ, ഖുർആൻ പറഞ്ഞു പാർശ്വഭാഗങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരും. വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ഉറക്കമൊഴിച്ച് റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടും. അല്ലദീന യഖൂലൂന, ചില ആളുകൾ അവർ പറയും, റബ്ബനാ ഇന്നനാ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് പടച്ചോനെ, വഗ്ഫിർ ലനാ ദുനൂബനാ, പാപങ്ങൾ പൊറുത്തുകൊണ്ട പടച്ചോനെ, വഖിന അദാബന്നാർ, താങ്ങാൻ കഴിയില്ല പടച്ചോനെ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കു പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരാരാണ്? അസ്സാബിരീന, നന്നായി ക്ഷമയുള്ളവരാണ്, വസ്സാദിഖീന, സത്യം പാലിക്കുന്നവരാണ്, വൽ ഖാനിതീന, ഭയഭക്തിയുള്ള ഭക്തന്മാരാണ്, വൽ മുൻഫിഖീന, അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നവരാണ്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണ്. ഇന്നലിൽ മുത്തഖീന, തീർച്ചയായും മുത്തഖീങ്ങൾക്ക് ഫീ ജന്നാത്തി വഗയൂൻ, നോമ്പിന് ലക്ഷ്യം തഖ്വയാണ്. അത് നേടിയെടുത്ത മുത്തഖീങ്ങൾക്കുണ്ട് സ്വർഗ്ഗമുണ്ട്, അരുവികളുണ്ട്. ആരാണവർ? കാനു, അവരായിരുന്നു, ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങിയവരായിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ അബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ഉറക്കമൊഴിച്ച് പൊറുക്കലിനെ തേടിയവരായിരുന്നു. സഹോദരങ്ങളെ, ഈ ഈമാനിന്റെ അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ നമുക്ക് സാധിക്കണം. ഈ ദുനിയാവിൽ എന്തൊക്കെ നമ്മളെ സമ്പന്നമാക്കുന്നുണ്ടോ, എന്തൊക്കെ നമുക്ക് മനസ്സിന്റെ കുളിർമ നൽകുന്നുണ്ടോ, എന്തെല്ലാം നമുക്ക് അനുഭൂതികൾ നൽകുന്നുണ്ടോ, കാണാനും കേൾക്കാനും, നമ്മുടെ ഹൃദയം കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കൺകുളിർമയും സന്തോഷവും നൽകുന്നുണ്ടോ, ഇതെല്ലാം വിട്ടേച്ചുകൊണ്ട് ഒരു യാത്ര നമുക്കുണ്ട് സഹോദരങ്ങളെ. ഒരു യാത്ര നമുക്കുണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് കരണ്ടൊന്ന് പോയാൽ ആ വിയർപ്പ്, ശരീരത്തിന്റെ ചൂട് നമുക്ക് അസഹനീയമാണ്, അല്ലേ? ഒരു ഇടുങ്ങിയ സ്ഥലത്ത് നമ്മൾ പെട്ടുപോയാൽ ആ ഇടുക്കം നമ്മൾക്ക് പ്രയാസമാണ്, ഇരുട്ട് നമുക്ക് പ്രയാസമാണ്.
എങ്കിൽ ചരിച്ചു വെക്കുന്ന ഖബറിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വേണം സഹോദരങ്ങളെ. വരാൻ പോകുന്ന നരകശിക്ഷയെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഒന്നും കൂടുതൽ ചെയ്യേണ്ടതില്ല. റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയോടുകൂടി ജീവിക്കാൻ തയ്യാറാവുക, മടങ്ങാൻ തയ്യാറാവുക. അല്ലാഹു തആല ഇഹലോകത്ത് നമുക്ക് സന്തോഷം നൽകും, സമാധാനം നൽകും. നാളെ പരലോകത്ത് ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് അല്ലാഹു അവന്റെ സമ്മാനമായി നമുക്ക് നൽകും. അങ്ങനെ ലഭിക്കുന്നവരാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അല്ലാഹു ആരിൽ നിന്ന് റഹ്മത്ത് തടയപ്പെടുന്നുവോ അവരാണ് ഏറ്റവും വലിയ ശക്തിയെ ദൗർഭാഗ്യവാന്മാർ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു ബർസഖിയായ ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു കബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ വീടുകളിലും അയൽ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശാരീരികമായ വേദന അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിനെ അലസത കൂടാതെ, മടി കൂടാതെ, ആലസ്യം കൂടാതെ, ഊർജ്ജസ്വലതയോടെ, ആത്മാർത്ഥതയോടെ, ഈമാനോടെ, ഇഹ്തിസാബോടെ ഈ റമദാനിന്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനായി ഈ റമദാനിനെ അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് ആരോഗ്യത്തോടുകൂടി അല്ലാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിയിട്ട് തരുമാറാവട്ടെ. ഈ കഴിഞ്ഞുപോയ ഷഅബാനിൽ നമ്മൾ നോറ്റ നോമ്പും നമ്മൾ ചെയ്ത സദഖയും ചെയ്ത അമലുകളും എമ്പാടുമുണ്ട് ഈ മാസത്തിൽ. അല്ലാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات وأحياهم منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا أن الحمد لله رب العالمين.